കോഴിക്കോട് മൊടക്കല്ലൂരിൽ അമ്മയുടെയും നവജാത ശിശുവിന്റെയും മരണത്തിൽ പ്രതിഷേധിച്ച് മലബാർ മെഡിക്കൽ കോളേജിലേക്ക് ബഹുജന പ്രക്ഷോഭം. ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാവിലെ 10 മണിക്കാണ് പ്രതിഷേധം. സിസേറിയൻ ആവശ്യപ്പെട്ടിട്ടും ഡോക്ടർമാർ നിർബന്ധപൂർവ്വം നോർമൽ ഡെലിവറിക്ക് ശ്രമിച്ചതാണ് അശ്വതിയുടെയും കുഞ്ഞിന്റെയും മരണത്തിന് കാരണമെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. ശരത് എസ് നൽകും വിവരങ്ങൾ. ശരത്ത്, ഈ നടപടി ഉണ്ടാകും വരെ നിയമപോരാട്ടം വരെ തുടരുമെന്ന് കുടുംബം അറിയിച്ചിരുന്നു. ഇനി പ്രതിഷേധത്തിലേക്കും കാര്യങ്ങൾ നീങ്ങുകയാണ്. ഇന്നിപ്പോൾ 10 മണിക്ക് എങ്ങനെയാണ് പ്രതിഷേധം തീരുമാനിച്ചിരിക്കുന്നത്? ഇന്ന് രാവിലെ 10 മണിക്ക് മെഡിക്കൽ കോളേജിലേക്ക് ഇത്തരത്തിൽ ബഹുജന പ്രക്ഷോഭമാണ് തീരുമാനിച്ചിട്ടുള്ളത്. വലിയ രീതിയിൽ ജനപങ്കാളിത്തം ഈ ബഹുജന പ്രക്ഷോഭത്തിനുണ്ടാകും. പ്രധാനമായും ഈ ഒരു സംഭവത്തിൽ ആശുപത്രി അധികൃതർക്കും ഡോക്ടർമാർക്കുമെതിരെ നരഹത്യയ്ക്ക് കേസെടുക്കണമെന്നുള്ളതാണ് ഈ ആക്ഷൻ കമ്മിറ്റി ഉൾപ്പെടെ ആവശ്യപ്പെടുന്നത്. അതായത് കഴിഞ്ഞ ഈ മാസം 12-ാം തീയതിയായിരുന്നു അശ്വതി, അതായത് എഗഡൂർ സ്വദേശിയായ വിവേകിൻ്റെ ഭാര്യ അശ്വതിയും കുഞ്ഞും മരണപ്പെടുന്നത്. 7-ാം തീയതിയായിരുന്നു അശ്വതിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പ്രസവത്തിനായി. പിന്നീട് 11-ാം തീയതി അശ്വതിക്ക് പ്രസവ വേദന വരുന്നു. 11-ാം തീയതി രാത്രിയും 12-ാം തീയതി പുലർച്ചെ വരെ അശ്വതി ഇത്തരത്തിൽ ലേബർ റൂമിലായിരുന്നു. ശേഷം പിന്നീട് ബന്ധുക്കൾ അറിയുന്നത് അശ്വതിയുടെ ഗർഭപാത്രം പൊട്ടി കുഞ്ഞു മരിച്ചു എന്നുള്ള വിവരമാണ്. എത്രയും വേഗം അശ്വതിക്ക് ശസ്ത്രക്രിയ നടത്തണം, ഗർഭപാത്രം നീക്കം ചെയ്യണമെന്നും ആശുപത്രി അധികൃതർ ഇവരെ അറിയിക്കുകയും ചെയ്തു. പിന്നീട് ഗർഭപാത്രം നീക്കം ചെയ്ത ശേഷം പിറ്റേന്ന്, അതായത് 13-ാം തീയതിയാണ് അശ്വതിയും മരണപ്പെടുന്നത്. ഈ സംഭവത്തിൽ ആശുപത്രി അധികൃതർക്ക് ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ബന്ധുക്കൾ തുടക്കം മുതലേ ആരോപിക്കുന്നത്. അതായത് അശ്വതി ശസ്ത്രക്രിയ, അതായത് പ്രസവം ഇത്തരത്തിൽ സിസേറിയൻ നടത്തണമെന്നുള്ളതായിരുന്നു അശ്വതി പല ഘട്ടങ്ങളിലും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. വേദന സഹിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ സിസേറിയൻ തന്നെ നടത്തണമെന്ന് ബന്ധുക്കളും അശ്വതിയും ആവശ്യപ്പെട്ടു. പക്ഷേ ആശുപത്രി അധികൃതർ നോർമൽ ഡെലിവറിക്ക് അതല്ലെങ്കിൽ സാധാരണ പ്രസവം നടക്കുമെന്ന രീതിയിൽ ബന്ധുക്കളെ അറിയിക്കുകയായിരുന്നു. ആ രീതിയിൽ ആ ഒരു നിർബന്ധം ആശുപത്രി അധികൃതർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ബന്ധുക്കൾ പറയുന്നത്. അത് തന്നെയാണ് അശ്വതിയുടെ മരണത്തിനും ഗർഭപാത്രം പൊട്ടാനുമൊക്കെ തന്നെ കാരണമായത് എന്നുള്ളതാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആശുപത്രി അധികൃതർക്ക് ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. മാത്രമല്ല, ബന്ധപ്പെട്ട ഡോക്ടർ ഈ അശ്വതിയുടെ പ്രസവം നടക്കുന്ന സമയത്ത് ആശുപത്രിയിൽ ഉണ്ടായിരുന്നില്ല എന്നും ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട്. അത്തരത്തിൽ ഗുരുതര വീഴ്ച ആശുപത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. ആശുപത്രി മാനേജ്മെൻറ്റിനും ഒപ്പം ഈ ഡോക്ടർമാർക്കുമെതിരെ നരഹത്യയ്ക്ക് കേസെടുക്കണമെന്നുള്ളതാണ് ബന്ധുക്കളും ഈ ആക്ഷൻ കമ്മിറ്റിയും ആവശ്യപ്പെടുന്നത്. അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ ആശുപത്രിയിലേക്ക് ബഹുജന പ്രക്ഷോഭം നടക്കുന്നത്. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട മെഡിക്കൽ ബോർഡിൻ്റെ അന്വേഷണം വേണം. അതിന് മെഡിക്കൽ ബോർഡ് രൂപീകരിക്കുമ്പോൾ DMOയുടെ നേതൃത്വത്തിലായിരിക്കണം മെഡിക്കൽ ബോർഡ് രൂപീകരിക്കേണ്ടതെന്നും ഈ ബന്ധുക്കളും ആക്ഷൻ കമ്മിറ്റിയും ആവശ്യപ്പെടുന്നുണ്ട്. നിലവിലെന്തായാലും മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകാൻ തന്നെയാണ് ആക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനം. അതിൻ്റെയൊക്കെ തന്നെ മുന്നോടിയായാണ് ഇത്തരത്തിൽ വലിയ പ്രതിഷേധം ഇന്നിപ്പോൾ ആശുപത്രിയിലേക്ക് നടക്കുന്നത്. ശരി, ശരത് എസ് ആണ് കോഴിക്കോട് നിന്നും വിശദാംശങ്ങൾ നൽകിയത്.